ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ റെസിപ്പി 6 kg ഗീ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയും അതേപോലെ താറാവ് കറിയും ഒക്കെ ഇതുപോലെ വെച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ 1.5 ടീസ്പൂൺ ഗീ 6 kg ഗീ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമ്മളുടെ സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നിങ്ങൾ 6 kg ഗീയിൽ ചിക്കൻ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പോൾ സവാള വഴറ്റുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി കൂടി ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം. അത് ചൂടായി മാറിയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കറി വെക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടെ നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചിക്കന് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കറി ഞാൻ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി വെച്ച് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി സ്പൈസസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക, കരയാമ്പൂ, പട്ട കൂടെ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് കറുത്ത് പോകരുത്. കറുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മൊരിഞ്ഞ് നല്ലൊരു മണം വരുന്ന ടൈമിൽ നമ്മളിത് മാറ്റി വെക്കണം. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു കറി നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ കറിയൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വെച്ച് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഒന്നുകൂടെ സെറ്റാവാനുണ്ട്. ഇപ്പോൾ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ നാളികേരക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ നമ്മൾക്ക് ഇതുപോലൊരു കറി എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി, നല്ലൊരു ഡിഫറെൻ്റാണ്. ഇന്നത്തെ ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.